ഞാൻ നിങ്ങളെ ബീറ്റ് ചെയ്യാണ്. ഈ ഒരു കാലുണ്ട്, കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്ന് മുറിക്കണം എന്ന് പറഞ്ഞൊരു കാലാണ്. ആ കാല് നിങ്ങൾക്ക് ഐ കോഫി കൊണ്ട് മാറ്റി കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ തുടക്കമാണ്. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു നിങ്ങൾ റിമൈൻഡ് ചെയ്യാം. നിങ്ങൾ ഒരുപാട് ആളുകൾ ഈ കോഫിയുമായിട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യുന്നു. അപ്പൊ എന്നോട് അവര് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ബൈ നിങ്ങൾ വെറുതെ ട്രൈ ചെയ്യണ്ട, ഇത് കോഴിക്കോട് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന് ഡേറ്റ് വെച്ചതാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വലത്തെ കാലം. അപ്പൊ എന്റെ മുമ്പിൽ വന്നൊരു ചലഞ്ച് ആണല്ലോ, കാരണം ഞാൻ ഓൾറെഡി ഒരു മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇത് നാണം കെടും ചെയ്യും. ഞാൻ ഈ കോഫി എടുത്തിട്ട് ഈ ആളിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ പോയ സമയത്ത് വലത് കാലിന്റെ പത്തിയിൽ വലിയൊരു മുറിവുണ്ട്. ഒരു പപ്പടത്തിന്റെ പകുതി വലുപ്പമുള്ള ഒരു മുറിവ്. കാലിന്റെ മാംസങ്ങളെല്ലാം നീങ്ങിയിട്ടുണ്ട്, എല്ല് കാണുന്നുണ്ട്, ഞരമ്പുകൾ കാണുന്നുണ്ട്, കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. എന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, സുഹൃത്തുക്കളെ നിങ്ങൾ മാറി ഇന്ന് നിങ്ങൾക്ക് ചടച്ചു പോകും, കാരണം ഞാനത് ഡീൽ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു ഇതെന്തായാലും ഒരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുക്കാം എന്നും പറഞ്ഞു. ആ മനുഷ്യർക്ക് കോൺഫിഡൻസ് കൊടുത്തു. അദ്ദേഹത്തിന് ഞാൻ ഫോളോ അപ്പ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിന് 3 ദിവസം കൂടുമ്പോൾ അദ്ദേഹത്തിനെ ഫോളോ അപ്പ് ചെയ്യും. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ധൈര്യമായിട്ട് നിങ്ങൾ നിൽക്കൂ, നിങ്ങളുടെ കാലിനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം, ഞങ്ങളുടെ കമ്പനി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര വീരവാദം പറഞ്ഞു. പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ളത് ഐ കോഫി അദ്ദേഹം വാങ്ങിച്ചു, ഉപയോഗിക്കാൻ തുടങ്ങി. അദ്ദേഹം സ്പിരിറ്റ് ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു സ്പിരിറ്റ് ഇട്ട് ക്ലീൻ ചെയ്യുന്നത് ഒഴിവാക്കണം, അത് നിങ്ങൾ ചെയ്യണ്ട, കാരണം അത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ കാല് മുറിക്കാനുള്ള കാലല്ലേ. അദ്ദേഹം എന്റെ വാക്ക് കേട്ടിട്ട് സ്പിരിറ്റ് ഒഴിവാക്കി. ആള് മുറിവ് കെട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മുറിവ് അയക്കൊന്നും വേണ്ട, 2 നേരം നിങ്ങൾ കോഫി കുടിക്കണം, വെള്ളം കുടിക്കണം. കിഡ്നിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ക്രിയാറ്റിൻ ഒന്നും ഇല്ലാത്ത ആള്. ആ സമയത്ത് കോഫി കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു, കൃത്യമായ റെസ്റ്റ് എടുക്കുന്നു. 3 ദിവസം കഴിഞ്ഞ സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് പറയുന്നു, എന്റെ കാലിന്റെ വിരലൊക്കെ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. ഹലോ, പച്ചപ്പൊള്ളു പറയല്ല, കളവ് പറയല്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയുന്നു. ഈ കാൽ ഇളകാൻ തുടങ്ങിയപ്പോ എനിക്കൊരു കോൺഫിഡൻസ് കൂടി. കാരണം രക്തയോട്ടം അവിടെ എത്തിയിട്ടുണ്ട്, മുറിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഡെവലപ്പ് ആകാൻ സാധ്യതയുണ്ട്. ഞാൻ ഫോളോ അപ്പ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിനെ പിന്തുടർന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. 2 ബോക്സ് ആ മനുഷ്യൻ കഴിച്ചപ്പോഴേക്കും മുറിവ് ഒരു ബോക്സ് കഴിക്കുമ്പോഴേക്കും മുറിവ് ഇങ്ങനെ മെല്ലെ മെല്ലെ വന്ന് കൂടാൻ തുടങ്ങി. മുറിവ് കൂടാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു പ്രതീക്ഷയായി, ഇത് മാറാൻ സാധ്യതയുണ്ട്. രക്തയോട്ടം കൂടി. ഈ പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, സെൻട്രൽ നെർവ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവ് സിസ്റ്റം. ഈ പെരിഫറൽ നെർവ് സിസ്റ്റം അങ്ങോട്ട് ഓൺ ആയി. ഐ കോഫിയാണ് കാരണം. ഐ കോഫി ബ്ലാക്ക് അല്ല, ക്രീമറാണ്. അപ്പൊ ഐ കോഫി അങ്ങോട്ട് ചെന്ന സമയത്ത് ഇദ്ദേഹത്തിന് സെറ്റായി. 2 ബോക്സ് കഴിച്ചപ്പോഴേക്കും കാല് മുഴുവനായിട്ട് മാറി. ചെമ്മാട് താജ് ഓഡിറ്റോറിയത്തിലേക്ക് ആ മനുഷ്യൻ നടന്ന് എന്റെ മുമ്പിലൂടെ വന്നു. ആ സമയത്താണ് ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് ആസ്വദിച്ചത്. കാരണം ഞാൻ ഇത് ചലഞ്ച് ഏറ്റെടുത്തതാണ്. ആ മനുഷ്യന്റെ കാല് ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, അവരിന്ന് മരിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഐ കോഫി എന്ന് പറയുന്ന ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിവൻ ടച്ച് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് ആണ് മാറ്റിയെടുത്തത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കുന്നു. ഐ കോഫി നാളെ രാവിലെ കണ്ണൻദേവന് ഏവിട്ടി നമ്മൾ മാറ്റി വെക്കുന്നു. പകരം ഐ കോഫി വീട്ടിലുണ്ടാക്കി നമ്മൾ കുടിക്കുന്നു. എന്റെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഐ കോഫി ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് ഐ കോഫി കൂൾ കോഫി ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. എന്റെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് ഒരു ദിവസം കോഫി കൊടുത്തപ്പോ ഐ കോഫിയിൽ ഞാൻ വളരെ ടേസ്റ്റിൽ കൊടുത്തപ്പോൾ അയാൾ ചോദിച്ചു, ഇത് ഏതാ ചായപ്പൊടി? ഞാൻ പറഞ്ഞു ചായപ്പൊടി ഇല്ല, ദിസ് ഈസ് ഐ കോഫി എന്നൊരു പാക്കറ്റ് എനിക്ക് കൊടുത്തു തോന്നുന്നു. അങ്ങനെ വളരെ പവർഫുൾ ആയിട്ട് നമുക്കിത് ചെയ്യാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എല്ലാവർക്കും ഐ കോഫിയിലൂടെ വലിയ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആരോഗ്യമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ലൈഡിലേക്ക് ഒന്നും കൂടെ ബാക്ക് ചെയ്യുക. ഇവിടെ 4G എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക. വിശക്കുമ്പോൾ മാത്രം കഴിക്കുക, ദാഹിക്കുമ്പോൾ മാത്രം കുടിക്കുക, ക്ഷീണമുണ്ടാകുമ്പോൾ റെസ്റ്റ് എടുക്കുക, രാത്രി കൃത്യമായിട്ട് 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. നമുക്കും ഈ കേരളത്തിലുള്ള ഏകദേശം 10 ലക്ഷം ആളുകൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഐ കോഫി കുടിക്കുന്ന ആളുകൾക്ക് അത് റിവൈസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ട് അടുത്ത ഒരു ഞായറാഴ്ചയും ഇതുപോലത്തെ ഒരു ലൈവ് സെഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കൂടെയുള്ള ഐ കോഫി ഉപയോഗിക്കുന്ന എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിർത്തുന്നു. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ നൈസ്